കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ എന്ത് വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവരാജ്യം അവകാശമാക്കാത്തവർ. ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 13 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തിയായ മദ്യപാനം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. മദ്യപാനം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയുടെ 1ാം ഭാഗം. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാവ് 5:11. അവിടെ എന്താ വായിക്കുന്നത്? അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. വളരെ സുപ്രധാനമായൊരു വാക്യമാണ്. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പൂർവ്വപിതാക്കന്മാർ പിൻതലമുറയ്ക്ക് കാട്ടിക്കൊടുത്ത ആത്മീയ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഇന്ന് കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. പിതാക്കന്മാർക്കുണ്ടായിരുന്ന ഭക്തിയും വിശ്വാസവും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ? ഇല്ല. ഇന്നത്തെ ആധുനിക തലമുറയുടെ കോലം കണ്ടാൽ തന്നെ നമുക്ക് കഷ്ടം തോന്നിപ്പോകും. വികൃത വേഷധാരികളും വികൃത കേശധാരികളും ഒക്കെ വർദ്ധിച്ചു പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് വേഷവിധാനം കൊണ്ട് സ്ത്രീ പുരുഷന്മാരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. കീറിയ കാൽച്ചട്ടയിട്ട, താടിയും മുടിയുമൊക്കെ വികൃതമാക്കപ്പെട്ട ഒരു തലമുറ. പിശാച് ഇന്നത്തെ മനുഷ്യനെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്. നമ്മൾ ഒരു കാലത്ത് കീറിയ തുണി ഇടുന്ന നമുക്ക് നാണക്കേടായിരുന്നു. ഇന്നെല്ലാം കീറിയതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരു കാലത്ത് മര്യാദയ്ക്ക് താടിയും മുടിയും ഒക്കെ ക്രമീകരിച്ച് നടക്കുന്നതായിരുന്നു മര്യാദ. ഇന്ന് തോന്നുന്നത് പോലെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാച് ഇന്ന് മനുഷ്യനെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ആധുനിക തലമുറയുടെ സുബോധം കെടുത്തിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി വളരെ കഷ്ടമാണ്. മദ്യത്തിൽ മുങ്ങി വെച്ച് വെച്ച് നടക്കുന്ന ഒരു തലമുറ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. തിരുവചനം എന്താ പറയുന്നത്? യെശയ്യാ 5:11 വായിച്ചു. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അപ്പൊ തിരുവചനം അയ്യോ കഷ്ടം എന്ന് മദ്യപാനികളെ നോക്കി പറയുന്നു. അതിന്റെ കാരണം എന്താ? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ചോദ്യം: ഏത് വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യർ 5:19 മുതൽ 21 വരെ എന്താ വായിക്കുന്നത്? ജഡത്തിന്റെ പ്രവർത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ മദ്യപാനി എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് ഒരുപക്ഷെ ധാരാളം മദ്യപാനികൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. സഹോദര, മദ്യപാനികളായ സഹോദരിമാരുമുണ്ട്. സഹോദരി, തിരുവചനം പറയുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഗലാത്യലേഖനം വിവരിക്കുന്ന 14ാമത്തെ ജഡീക പ്രവൃത്തിയാണ് മദ്യപാനം. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം
10-ാമത്തെ വാക്യം, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ കുറച്ച് കുടിക്കുന്നവരോ കൂടുതൽ കുടിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. ആ പാസ്റ്റർ ഞങ്ങളങ്ങനെ വലിയ കുടിയന്മാരും ഒന്നുമല്ല, ഞങ്ങൾ വല്ല ഓണമോ ക്രിസ്മസോ ന്യൂ ഇയറിനോ ഒക്കെ കുടിക്കാറുള്ളൂ. ഒരു ദിവസം കുടിച്ചാലും ആണ്ട് മുഴുവൻ കുടിച്ചാലും മദ്യപാനി തന്നെയാണ്. വചനം പറയുന്നു, മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് മദ്യത്തിൻ്റെ ലഭ്യത ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിച്ചതോടുകൂടി അത് മുഖാന്തരമുള്ള പ്രശ്നങ്ങളും വർദ്ധിച്ചു. മദ്യം കുടുംബത്തെയും സമൂഹത്തെയും താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന അനുഭവമായിട്ട് മാറിയിരിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇന്ന് മദ്യത്തിന് വല്ല ക്ഷാമമുണ്ടോ? ഇന്ന് എല്ലാറ്റിനും ആഘോഷമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രത്യേകതയാ, എല്ലാറ്റിനും ആഘോഷമാണ്. ഗൾഫിൽ പോയാൽ ആഘോഷം, ഗൾഫിൽ നിന്ന് വന്നാൽ ആഘോഷം, കുഞ്ഞ് ജനിച്ചാൽ ആഘോഷം, അമ്മ മരിച്ചാൽ ആഘോഷം എന്ന് വേണ്ട, പരീക്ഷയിൽ തോറ്റാൽ ആഘോഷം, പരീക്ഷയിൽ ജയിച്ചാൽ ആഘോഷം, എല്ലാറ്റിനും ആഘോഷമാണ്. ഈ ആഘോഷങ്ങൾക്കെല്ലാം അനിവാര്യമായ ഘടകം എന്തുവാണ്? മദ്യം. ഇന്ന് കുപ്പി പൊട്ടിക്കുന്ന പരിപാടിയാണ് എല്ലാ ആഘോഷങ്ങൾക്കും. നമുക്കറിയാം, സ്വന്തം അമ്മയുടെ മരണത്തിൽ ഏക മകൻ കാലുറയ്ക്കാതെ നടക്കുന്നതും, സ്വന്തം മകളുടെ ജന്മദിനം മദ്യലഹരിയിൽ കൊണ്ടാടുന്ന പിതാവുമൊക്കെ നമ്മുടെ കേരളത്തിലെ സ്ഥിരം കാഴ്ചകളാണ്. ഓണവും ക്രിസ്മസും മറ്റു ഉത്സവ ദിവസങ്ങളൊക്കെ വ്യാപാരികൾക്ക് ഉത്സവരാവുകളാണ്. അന്ന് വിറ്റ് തീർക്കുന്ന മദ്യത്തിന്റെ കണക്കും ലാഭവും ഒക്കെ ഉയർത്തിക്കാട്ടി പത്രദൃശ്യ മാധ്യമങ്ങൾ അഭിമാനം കൊള്ളാറുണ്ട്. തീർത്ഥാടന യാത്രകൾ, മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രകളിലൊക്കെ പലപ്പോഴും മദ്യത്തിന്റെ ഗന്ധം കലർന്നിട്ടില്ലേ? ബസ്സിൽ കയറാനും സർക്കാർ സ്ഥാപനങ്ങളിൽ ക്യൂ നിൽക്കാനും ഒക്കെ മടി കാണിക്കുന്ന കേരള ജനത മദ്യശാലകളുടെ മുമ്പിൽ വളരെ വിനയത്തോടും വളരെ താഴ്മയോടും പഞ്ചപുച്ഛമടക്കി ക്യൂ നിൽക്കുന്ന കാഴ്ച സ്ഥിരം കാഴ്ചയാണ്. ഞാൻ പലപ്പോഴും റോഡ് യാത്ര ചെയ്യുമ്പോൾ മദ്യവിൽപ്പനശാലകളുടെ മുമ്പിൽ മദ്യപാനികൾ വളരെ ഭവ്യതയോടെ വിനയത്തോടെ ക്ഷമയോടെ കാത്തു കാണാറുണ്ട്. തിരുവചനം പറയുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. എന്താ കാരണം? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കേൾക്കുന്ന മദ്യപാനികളായിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ അടുത്ത കാലത്ത് KCBC പുറത്തിറക്കിയ മദ്യസംസ്കാരം മരണസംസ്കാരം എന്നൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അതിൽ പ്രൊഫസർ MP മന്മഥൻ എഴുതിയ ഒരു കവിത, ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. മദ്യത്തിൽ മുങ്ങിയ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് പരിതപിച്ച് അദ്ദേഹം എഴുതിയൊരു പ്രാർത്ഥനാ ഗാനം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ പ്രാർത്ഥനാ ഗാനം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ വേദന ഒരു പ്രാർത്ഥനാ ഗാനമായി പുറത്തേക്ക് വന്നു. അതിങ്ങനെയാണ് ആ പ്രാർത്ഥനാ ഗാനം. സത്യധർമ്മങ്ങളാം തൂണുകളിൽ താങ്ങി ഇത്തര കാക്കുന്ന തമ്പുരാനെ, തൃക്കാലിൽ വീണു വണങ്ങുന്നു നിന്നുടെ വത്സല കേരള മക്കളിതാ. എത്ര നല്ല വരികൾ! സത്യധർമ്മങ്ങളാം തൂണുകളിൽ താങ്ങി ഇത്തര കാക്കുന്ന തമ്പുരാനെ. അപ്പൊ സത്യവും ധർമ്മവുമാകുന്ന തൂണുകളിൽ താങ്ങി ഈ ലോകത്തെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ, തൃക്കാലിൽ വീണു വണങ്ങുന്നു നിന്നുടെ വത്സല കേരള മക്കളിതാ. അങ്ങയുടെ കേരള മക്കളാകുന്ന ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. എന്താ കാരണം? മദ്യവിപത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ടു നട്ടം തിരിയുന്നു ഞങ്ങളെല്ലാം. തൃക്കൺമുനയൊന്നയച്ചാലും ദൈവമേ, രക്ഷിച്ചുകൊണ്ടാലും ദീനബന്ധു. അദ്ദേഹം വത്സല കേരള മക്കൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീണ് നമസ്കരിക്കുന്നതിൻ്റെ കാരണം എന്താ? മദ്യവിപത്തിൻ്റെ ചുഴിയിൽപ്പെട്ടു നട്ടം തിരിയുന്നു ഞങ്ങളെല്ലാം. കേരളം മദ്യപാനത്തിൻ്റെ നിർച്ചുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ്. തൃക്കൺമുനയൊന്നയച്ചാലും ദൈവമേ, അയച്ചാലും
രക്ഷിച്ചുകൊണ്ടാലും ദീനബന്ധു. ദൈവമേ, അവിടുത്തെ കണ്ണിങ്ങോട്ടൊന്ന് അയക്കണമേ, ഈ മഹാവിപത്തിൽ നിന്ന് ഞങ്ങളുടെ കേരളത്തെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വരികൾ ഇങ്ങനെയാണ്: പശ്ചിമസാഗരം പോലെ പരന്നുമ സഹ്യനെ പോലെ ഉയർന്നുമിപ്പോൾ, മധ്യമാം രാക്ഷസൻ ഭീകരരൂപിയായി മത്തടിച്ചാർക്കുന്നു കേരളത്തിൽ. പശ്ചിമസാഗരം പോലെ പരന്നും അസഹ്യനെ പോലെ ഉയർന്നുമിപ്പോൾ. പശ്ചിമസാഗരം പോലെ പരന്ന്, അറബിക്കടല്, പശ്ചിമസാഗരം അറബിക്കടല് പോലെ പരന്ന്, സഹ്യപർവ്വതത്തെ പോലെ ഉയർന്ന്, മധ്യമാം രാക്ഷസൻ ഭീകരരൂപിയായി മത്തടിച്ചാർക്കുന്നു കേരളത്തിൽ. മധ്യമാകുന്ന രാക്ഷസൻ ഇന്ന് കേരള ഭൂമിയെ മൊത്തത്തിൽ ഗ്രസിച്ചിരിക്കുകയാണ്. പശ്ചിമസാഗരം പോലെ പരന്നുമ സഹ്യനെ പോലെ ഉയർന്നുമിപ്പോൾ, മധ്യമാം രാക്ഷസൻ ഭീകരരൂപിയായി മത്തടിച്ചാർക്കുന്നു കേരളത്തിൽ. അടുത്ത വരികൾ: വിദ്യാലയത്തെക്കാൾ ദൈവാലയത്തെക്കാൾ മദ്യാലയത്തിനു സ്ഥാനമേകി, നാടുമുടിപ്പോർക്കു ബോധമുദിക്കുവാൻ കാരുണ്യവാരിധേ കൈതൊഴുന്നേൻ. എത്ര നല്ല വരികൾ! വിദ്യാലയത്തെക്കാൾ ദൈവാലയത്തെക്കാൾ മദ്യാലയത്തിനു സ്ഥാനമേകി. അപ്പൊ വിദ്യാലയത്തെക്കാളും ദൈവാലയത്തെക്കാളും മദ്യാലയങ്ങൾക്ക് സ്ഥാനം നൽകി, നാട് മുടിപ്പോർക്കു ബോധമുദിക്കുവാൻ, നാട് മുടിക്കുന്നവർക്ക് ബോധമുദിക്കുവാൻ കാരുണ്യവാരുധേ കൈതൊഴുന്നേൻ. ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് പ്രൊഫസർ എം പി മന്മഥൻ്റെ മനോഹരമായ പ്രാർത്ഥന. ദൈവമേ, വിദ്യാലയത്തെക്കാളും ദൈവാലയത്തെക്കാളും ഇന്ന് മദ്യാലയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട് മുടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ബോധമുദിക്കുവാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. അടുത്ത വരികൾ ഇങ്ങനെയാണ്: മദ്യം വിഷമാണെന്നോദിയ നമ്മുടെ സദ്ഗുരുദേവൻ പിറന്ന നാട്ടിൽ. ശ്രീനാരായണ ഗുരു അദ്ദേഹം എന്താ പറഞ്ഞത്? മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ അദ്ദേഹം അദ്ദേഹം പിറന്നു വീണ ഈ കേരള ഭൂമിൽ മദ്യവിഷം കൊണ്ടു മർത്യരെ കൊല്ലുന്ന ദുഷ്ടത വാഴുന്ന കാലം വന്നു. അങ്ങനെ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ പിറന്ന ഈ നാട്ടിൽ ഇന്ന് മദ്യവിഷം കൊണ്ട് മർത്യരെ കൊല്ലുന്ന കാലം വന്നു. എത്രയോ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു, എത്രയോ സഹോദരങ്ങൾ രോഗികളായിട്ട് മാറുന്നു. അടുത്ത വരികൾ: സത്യപ്രകാശമേ വന്നാലും ഞങ്ങളെ രക്ഷിക്കുവാൻ ഈ ഇരുട്ടിൽ നിന്നും, മദ്യപിശാചിനെ ഹോമിക്കും ഞങ്ങൾക്ക് യജ്ഞത്തിൻ ശക്തിയായി തീർന്നാലും നീ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: സത്യപ്രകാശമേ, അങ്ങ് വന്ന് ഞങ്ങളെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, മദ്യത്തിൽ മുങ്ങിയ നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ഈ കവിതയിലൂടെ പ്രൊഫസർ എം പി മന്മഥൻ പറയുന്നത്. തിരുവചനം പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. സദൃശ്യവാക്യങ്ങൾ 28, സദൃശ്യവാക്യങ്ങൾ 23, 29 മുതൽ 32 വരെ. സദൃശ്യവാക്യങ്ങൾ 23, 29 മുതൽ 32 വരെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് കൺചുവപ്പ്, ആർക്ക് അനാവശ്യമായ മുറിവുകൾ. ആർക്കാ ഇതൊക്കെ ഉള്ളത്? വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിപ്പിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, അതൊടുക്കം സർപ്പം പോലെ നിന്നെ കടിക്കും, അണലി പോലെ നിന്നെ കൊത്തും. ഇത്ര കൃത്യമായ തിരുവചനം. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. ആർക്കാ? മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്ക്. മദ്യം രസമായിട്ട് ഇറക്കുന്നതും വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് സഹോദരൻ നീ നോക്കരുത്. അത് അവസാനം സർപ്പം പോലെ നിന്നെ കടിക്കും, ആണലി പോലെ നിന്നെ കൊത്തും, നിന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന മഹാവിപത്താണ് മദ്യപാനം. അപ്പൊ മനുഷ്യ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മഹാരോഗമായി ഇന്ന് മദ്യപാനം മാറിയിരിക്കുന്നു. മദ്യം നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. മദ്യം അന്നനാളത്തിൽ ക്യാൻസറിന് കാരണമാകും. എന്താ കാരണം? കത്തിച്ചാൽ കത്തുന്ന ചാരായമാണെന്ന പലരും അകത്താക്കുന്നത്. ഈ ആസിഡ്, ശക്തിയേറിയ ആസിഡ് നമ്മുടെ അന്നനാളത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കുകയും ക്രമേണ അത് ക്യാൻസറായിട്ട് മാറുകയും ചെയ്യും. മദ്യം നമ്മുടെ ഉദരത്തെയും
ദഹന പ്രക്രിയയും ക്രമരഹിതമാക്കുന്നു. ഗ്യാസ് ട്രബിള്, അസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്നു. ഹൃദയതാളം ക്രമം തെറ്റുന്നു. കൈകൾക്കും കാൽപാദങ്ങൾക്കും സ്പർശനശേഷി കുറയുന്നു. മദ്യപാനി സാധാരണ പറയാറുള്ള പ്രശ്നമാണ് നെഞ്ചരിച്ചിലും നെഞ്ചിനകത്ത് വലിയ അസ്വസ്ഥതയാണ്. എന്താ? മദ്യപാനം മൂലം ശരീരം ബലഹീനമാകുന്നതിന്റെ ലക്ഷണമാ അത്. ചിലർക്ക് ശരീരം മുഴുവൻ നീര് വന്നുകൊണ്ട് വീർക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണത്? ചിലര് മദ്യപാനികൾക്ക് വലിയ ക്ഷീണവും അവശതയും ഉണ്ടാകാറുണ്ട് ചിലർക്ക്. കാരണം ചെല്ലുന്ന മദ്യത്തിന്റെ വീര്യം കുറയ്ക്കാൻ ശരീരം തന്നെ എന്ത് ചെയ്യും? ശരീരത്തിനകത്തുള്ള ജലാംശം വലിച്ചെടുക്കും. അപ്പോൾ വലിയ പരദാഹം, രാവിലെ എഴുന്നേറ്റാൽ ഒരു പൊന്ത വെള്ളമൊക്കെ കുടിക്കുന്നത്, വലിയ ദാഹവും ക്ഷീണവും അനുഭവപ്പെടുന്നു. ശരീരത്തിന് ആവശ്യമായ രക്തവും ഗ്ലൂക്കോസും ഉൽപ്പാദിപ്പിക്കുന്നതും ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന പോഷകാംശങ്ങളെ ശരീരത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റുന്നത് കരളാണ്. എന്നാൽ ഈ മദ്യം എന്ത് ചെയ്യുന്നു? കരളിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കും. അവസാനം കരൾ വീക്കം ഉണ്ടാകും, ലിവർ സിറോസിസ്. നമ്മൾ മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലിവർ സിറോസിസ്. ചില മദ്യപാനികൾ ഛർദ്ദിച്ചവശരായി വഴിവക്കിലും ബസ് സ്റ്റാൻഡിലും ഓടകളിലും ഒക്കെ കിടക്കുന്ന നമ്മൾ കാണാറുണ്ട്. എന്താ കാരണം? മദ്യം ചെല്ലുന്നത് ചെറുകുടലിന് ഹാനികരമാകിയാൽ ചെറുകുടൽ എന്ത് ചെയ്യും? അങ്ങോട്ടുള്ള വാൽവ് അങ്ങ് അടയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുടിച്ചതും കഴിച്ചതും എല്ലാം പുറത്തേക്ക് തള്ളും. ഇതാണ് ഛർദിൽ. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നട്ടുച്ചയ്ക്കും നട്ടപ്പാതിരയ്ക്കും എരിപൊരി വെയിലത്തും പെരുമഴയത്തുമൊക്കെ ഛർദിച്ചവശരായി നായ്ക്കളുടെ സ്നേഹപരിചരണമേറ്റ് കിടക്കുന്ന എത്രയോ യുവത്വങ്ങൾ, എത്രയോ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ദിനം പ്രതി കണ്ടുമുട്ടാറുള്ളത്. പ്രിയമുള്ളവരെ, മദ്യം നമ്മുടെ ആരോഗ്യത്തെയും മദ്യം നമ്മുടെ ശരീരത്തെയും നശിപ്പിക്കുന്നു. ഒരു കാര്യം വചനം പറയുന്നുണ്ട്, നാം നമ്മുടെ ശരീരത്തെ മദ്യപാനം കൊണ്ട് നശിപ്പിച്ചാൽ ദൈവം നമ്മയും നശിപ്പിക്കും. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? നമ്മുടെ ശരീരത്തെ മദ്യപാനം കൊണ്ട് നാം നശിപ്പിച്ചാൽ ദൈവം നമ്മയും നശിപ്പിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്ത് വായിക്കുന്നു? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ നാം ദൈവം വസിക്കേണ്ട മന്ദിരങ്ങളാണ്. നമ്മുടെ ശരീരം എന്താണ്? ദൈവം വസിക്കേണ്ട മന്ദിരങ്ങളാണ്. തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ നാം ഓരോരുത്തരും ദൈവം വസിക്കേണ്ട മന്ദിരങ്ങളാണ്. ദൈവം വസിക്കേണ്ട മന്ദിരത്തെ നാം നശിപ്പിച്ചാൽ ദൈവം നമ്മെയും എന്ത് ചെയ്യും? നശിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, അതുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ നാം വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ മദ്യപാനം എന്ന വിപത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അഹരോനോട് ദൈവപ്രകാരം ഒരു കാര്യം പറഞ്ഞു. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അപ്പം നീ നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് ശുശ്രൂഷയ്ക്ക് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും തീരരുത്, കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ വേലക്കാരായ ശുശ്രൂഷകന്മാർ എത്രമാത്രം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം ഇത് നമ്മെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകന്മാരോട് എന്താ, പുതിയ നിയമ ശുശ്രൂഷകന്മാരോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത്? തിമത്യോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. തിമത്യോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവണ്ണ ശുശ്രൂഷകന്മാരും ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. ഇപ്പം പാസ്റ്റർമാര്, ശുശ്രൂഷകന്മാർ, ഉപദേശിമാര് എങ്ങനെയായിരിക്കണം? ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അപ്പം മദ്യപാനികളായിരിക്കരുത്. വീണ്ടും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. അപ്പം ശുശ്രൂഷകന്മാര് മറ്റുള്ളവർ കുറ്റം പറയാൻ ഇട കൊടുക്കുന്നവരായിരിക്കും, അനിന്യരായിരിക്കണം. എന്നിട്ടോ തന്നിഷ്ടക്കാരനും
കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. ശുശ്രൂഷകന്മാരോട് പറയാണ്, അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം, ആരും കുറ്റം പറയുന്നവനായിരിക്കരുത്. പിന്നെ എന്തൊക്കെ പാടില്ല? തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അങ്ങനെയുള്ളവർ ശുശ്രൂഷകന്മാരാകരുത്. ഇപ്പം മദ്യപിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശുശ്രൂഷയിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. അങ്ങനെയുള്ളവർ ശുശ്രൂഷകന്മാരാകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെയും മദ്യം ഇന്ന് ബാധിച്ചിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന സിനിമയും സീരിയലും മാധ്യമ പരസ്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ജനത്തെ മദ്യപാനത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നവയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്യപാന രംഗങ്ങളില്ലാത്ത സിനിമകളോ സീരിയലുകളോ ഉണ്ടോ? ഏത് ടി വി പ്രോഗ്രാം നോക്കാൻ അതിനകത്തെല്ലാം മദ്യപാന രംഗങ്ങളുണ്ട്. അതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് കടുകിൻ്റെ വലിപ്പത്തിലുള്ള അക്ഷരത്തിൽ കാണിക്കുന്നുണ്ട്. അതാര് കാണുന്നത്? കാണുന്നത് എന്താണ്? ഇഷ്ട നടന്മാർ അല്ലെങ്കിൽ അഭിനേതാക്കൾ മദ്യപിക്കുന്ന രംഗങ്ങളാണ്. അതിനെ ബഹുമാനത്തോടെ കാണുന്ന സമൂഹം. ഇത് കണ്ടു വളരുന്ന തലമുറ എന്ത് ചെയ്യുന്നു? മദ്യപാനം ഏതോ ഒരു വലിയ കാര്യമാണെന്ന ചിന്തയിൽ അവരത് ഏറ്റെടുക്കുന്നു. കാരണം തങ്ങൾ ബഹുമാനിക്കുന്ന, തങ്ങൾ മാനിക്കുന്ന ആളുകൾ, സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ പരിപാടികളിലൊക്കെ അവർ മദ്യപിക്കുന്നു. അവർക്കാവാമെങ്കിൽ നമുക്കെന്തുകൊണ്ടായിക്കൂടാ? അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സിനിമകളും സീരിയലുകളും എല്ലാം മാധ്യമ പരസ്യങ്ങളുമൊക്കെ മനുഷ്യനെ മദ്യപാനത്തിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നവയാണ്. ദൈവമക്കൾ ഈ മാരണത്തിൻ്റെ വാതിൽ ഒഴിഞ്ഞു പോകേണ്ടതാണ്. തിരുവചനം പറയുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. എന്താ കാരണം? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നെ കേൾക്കുന്ന പല മദ്യപാനികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. ഇയാൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലയോ എന്ന് ചിന്തിക്കും. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പ്രിയമുള്ളവരെ, തിരുവചനത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ നാം നാശത്തിലേക്കാണ് പോകുന്നത്. വചനം പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഈ നാളുകളിൽ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന, സമൂഹത്തെ ദുഷിപ്പിക്കുന്ന, നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ, എത്ര നല്ല സംസ്കാരത്തിന് ഉടമകളായിരുന്നു നമ്മൾ. ഇന്ന് മദ്യപാനികൾ വർദ്ധിച്ചതോടുകൂടി കേരളത്തിൻ്റെ സംസ്കാരം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാന്യമായിട്ട് പെരുമാറിയിരുന്ന, മാന്യമായിട്ട് ഇടപെട്ടിരുന്ന നല്ലൊരു സമൂഹം നമുക്കുണ്ടായിരുന്നു. എന്നാൽ മദ്യപാനികൾ കാണിക്കുന്ന വിക്രിയകൾ നമ്മുടെ സംസ്കാരത്തെ പോലും ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ തീരുമാനമെടുക്കാം. കർത്താവേ, എന്നെ ദൈവരാജ്യത്തിൽ നിന്നും പുറത്താക്കുന്ന മദ്യപാനമെന്ന ഈ വിപത്തിൽ നിന്നും എനിക്കൊരു വിടുതൽ നൽകണമേ. അനേകം മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരിലാണ്. അനേക ഭാര്യമാർ ഇന്ന് കണ്ണുനീരിലാണ്. എന്താ കാരണം? മദ്യപാനം സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരക രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. മുക്കിന് മുക്കിന് ഇന്ന് മദ്യശാലകളുണ്ട്. അവിടെയൊക്കെ തിക്കും തിരക്കുമാണ്. വാഹനം ഓടിച്ചു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ തിരക്കാ. സന്ധ്യാസമയങ്ങളിൽ രാവിലെ മുതലേ തിരക്കാ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തിരുവചനത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. മദ്യപാനം എന്ന വിപത്തിനോട് ഞാൻ വിട പറയുന്നു. ഇതെൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇന്ന് സ്വർഗ്ഗം സന്തോഷിക്കും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകും. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നരികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മദ്യപാനമെന്ന ജഡത്തിൻ്റെ പ്രവൃത്തി ദൈവരാജ്യത്തിൽ നിന്നും നമ്മെ പുറത്താക്കുമെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിനാൽ മദ്യപാനമെന്ന ഈ മാരക വിപത്ത് ഒഴിഞ്ഞു പോകുവാനുള്ള കൃപ കർത്താവ് അടിയങ്ങൾക്ക് നൽകണമേ. ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മദ്യപാനത്താൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങൾക്കൊരു വിടുതൽ കൊടുക്കണമേ. അവിടെ മദ്യപാനിയായ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ അവർക്കൊരു വിടുതൽ കൊടുക്കണമേ കർത്താവേ. അതിനെ അതിജീവിപ്പാനുള്ള കൃപ കർത്താവ് കൊടുക്കണമേ. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലൊക്കെ ആയിരിക്കുന്ന അനേകർ കേൾക്കുന്നുണ്ടല്ലോ. അവരോടെല്ലാം കർത്താവ് മനസ്സലിയണമേ. അവിടുന്ന് മനസ്സലിവുള്ള
നല്ല ദൈവമായിരിക്കാൻ സ്തോത്രം. മാനസിക സംഘർഷങ്ങളാൽ ഭാരപ്പെടുന്നവർ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടണമേ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനവ മഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാൻ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് ഗ്രഹിക്കുവാനും നന്നായിട്ട് പഠിക്കുവാനും ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.